നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ നമ്മുടെ ജനലുകളും വാതിലുകളും അതുപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് കാണാന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യൂലേ. നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ജനലും വാതിലൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുമ്പോൾ വെട്ടി പളവളാ തിളങ്ങണൊക്കെ നമ്മൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു നോമ്പൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അധികം ആളുകൾക്കും ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി കഴിയാത്ത ആളുകളൊക്കെ, കാരണം ബറാത്ത് കഴിഞ്ഞിട്ടാണ് മിക്ക വീടുകളിലും ഇതുപോലെ നനച്ചുകുളി പണിയൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആ ഒരു പണി കഴിഞ്ഞതിന് ശേഷം പല്ലി, പാറ്റ, കൂറ, എറൂലി, എട്ടുകാലി അത്തരം സംഭവങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങളും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കും വേണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റായിട്ട് തന്നെ ഒരു ലൈക്കും ചെയ്ത് കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ ഇപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നൊരു സംഭവമാണ് തേയില. അതായത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചായപ്പൊടി. ആ ഒരു ചായപ്പൊടി ഒരു 3 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തിളച്ച ചായവെള്ളം, തേയില വെള്ളം മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നല്ലൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട്, അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും വേസ്റ്റാക്കി കളയുന്ന നാരങ്ങൻ്റെ തോട്. അതുണ്ടെങ്കിൽ അതൊരു 4-5 എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയ്ക്ക്, കാരണം നമ്മൾ ഒരു നനച്ചുള്ളി പണിയൊക്കെ എടുക്കുന്ന സമയത്ത് എന്തായാലും അതിന് ഒരുങ്ങി നിൽക്കായിരിക്കും അല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഒരു പണി എടുക്കുക എന്ന് പറഞ്ഞാൽ. വർഷത്തിൽ ഒരിക്കൽ എടുക്കുന്ന ആളുകളുണ്ട്, ചിലർക്ക് നല്ല വൃത്തിയായിരിക്കും. ഓരൊക്കെ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. എന്നെപ്പോലുള്ള മടിച്ചികളൊക്കെ ആണെങ്കിൽ ആ ഒരു വറാത്തൊക്കെ കഴിഞ്ഞിട്ട് നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പേ തുടങ്ങുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ഒരു നോമ്പിൻ്റെ ടൈമിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ ഞാനിതാ ഒരു 2-3 നാരങ്ങൻ്റെ തോടും അതുപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ പകുതിയും എടുത്തിട്ട് ഒന്ന് പകുതി ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ, ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും ആ ഒരു നാരങ്ങൊക്കെ ഒന്ന് എന്താവും, ആ ഒരു തേയില വെള്ളത്തിൽക്കൊന്ന് അതിൻ്റെ ഇതൊക്കെ ചെല്ലും ചെയ്യും. പോരാത്തിന് ഈ ഒരു നാരങ്ങ തോടും ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേറെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കാനുള്ള കേട്ടോ. അപ്പോൾ നിങ്ങൾ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയല്ല, ഞാൻ കെറ്റലിലാണല്ലോ വെള്ളം ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് ഈ ഒരു നാരങ്ങ ഒന്നും ഇടാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ കുടിക്കയിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നാരങ്ങ അന്നേരം ഇട്ടാൽ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതിന് നല്ലോണം വേവണം എന്നൊന്നുമില്ല, നമുക്ക് ഈ ഒരു തേയില വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരാമെന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ നാരങ്ങ കൊണ്ട് നമ്മൾ വേറൊരു ഇതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ നാരങ്ങ ഞാൻ ഇതിലേക്ക് കോരിയിട്ടിട്ടുണ്ട് ഒരു മിക്സിൻ്റെ ജാർക്ക്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു ലേശം സുർക്കയും കൂടെ 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ വിനാഗറാണ്, അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു അരിപ്പിയിൽ നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ. കാരണം എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ അരിച്ചെടുക്കാഞ്ഞാൽ നമ്മുടെ ജനലും ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത് എന്താ പറയുക, ജനലായാലും ഇനിയിപ്പോൾ നമ്മൾ പല്ലി, പാറ്റ ഒക്കെ പോകാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ചുമരുമലായാലും ജനൽമലായാലും ഒക്കെ ഇതിൻ്റെ നാരങ്ങൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ടാവും, കരടും കുറുമ്പൊക്കെ, അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉപകാരമാണ്, നല്ലൊരു സ്മെല്ലും. അതുപോലെ തന്നെ നമ്മൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ പല്ലി, പാറ്റ, കൂറ ഇത്തരം സംഭവങ്ങളൊന്നും വരില്ല. ഇനിയിപ്പോൾ അതൊന്നും ഈ കർപ്പൂരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് പല്ലും പാറ്റും വരാതെക്കാളുള്ള പരിപാടി തന്നെയാണ് ഈ ചെയ്യണത്. അപ്പോൾ ഞാനൊരു ഇത്തിരി കർപ്പൂരം ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നിങ്ങളിത് ചെയ്യണ സമയത്ത് ഒരിക്കലും പഴയ പാത്രം അല്ലാതെ എടുക്കരുത് കേട്ടോ. നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക. കാരണം നമ്മളിത് കർപ്പൂരം ചേർത്ത് കൊടുക്കണോണ്ടാണ്.
ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ഹോൾസുള്ളൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം എടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇതാ ഒന്ന് കലക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ 2 സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര തന്നെ ഗ്ലാസ്സൊക്കെ നമ്മൾ ചില ഗ്ലാസ്സൊക്കെ കൂളിംഗ് ഗ്ലാസ് ആയാലും ഇനിയിപ്പോൾ ഏത് ടൈപ്പ് ഗ്ലാസ് ആണെങ്കിലും നമ്മൾ ജനാൽമേലൊക്കെ ഉണ്ടാകുന്ന ഗ്ലാസ്, പറഗോളമുള്ള ഗ്ലാസ്, അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ടേബിൾ ഉണ്ടാവും, അതിൻ്റെ ഗ്ലാസ്, നമ്മുടെ കണ്ണാടിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും. എന്താണെന്നറിയില്ല, കൊല്ലിങ്ങനെ കളറ് അതൊക്കെ നമുക്ക് വൃത്തിയാക്കി നല്ല പളപളാ തിളങ്ങും ചെയ്യും കേട്ടോ. കാരണം നമ്മൾ ഒരു നനച്ചൊളി പണിയൊക്കെ എടുക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. അത് ചെയ്യുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. കാണാനിപ്പോൾ ചില വീടൊന്നും കാണാൻ നല്ല വൃത്തിയൊന്നും ഉണ്ടാവില്ല, പഴയ വീടായിരിക്കും. പക്ഷെ അതിൽ നമ്മൾ നനച്ചൊളി പണി എടുത്തിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. നമ്മളെ മനസ്സിലുണ്ടാവും നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ടെടുത്ത ആ ഒരു പണി. അപ്പം നമുക്ക് എന്താ പറയുക, ഏത് ഒരു ജനൽ കാണണമെങ്കിൽ നമ്മളെ കണ്ണ് അങ്ങോട്ട് തന്നെ ആയിരിക്കും, ഒരു വാതിൽ കാണുമ്പോൾ അങ്ങോട്ട് തന്നെ ആയിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലായാലും നമ്മളെ മനസ്സിൽ നല്ല റാഹത്തുണ്ടാവും, നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യും. എൻ്റെ അവസ്ഥയായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നന്നാക്കിയ സ്ഥലത്ത് വീണ്ടും വീണ്ടും ആ കണ്ണ് അങ്ങോട്ട് തന്നെയാണ് കാര്യം. അപ്പോൾ ഇത് 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നമുക്കിത് വെട്ടിത്തിളങ്ങേണ്ടതെന്നും അതുപോലെ തന്നെ പല്ലി, പാറ്റ, കൂറ, മാറാല വലിയൊരു തലവേദനയാണ്. നമ്മളിപ്പോൾ ചിലവർ പറഞ്ഞേക്കാം ആണുങ്ങൾ മാറാല തട്ടിയാൽ പിന്നെ മാറാല ഉണ്ടാവില്ല എന്നൊക്കെ. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് കേട്ടോ. ഞാൻ തട്ടിക്കഴിഞ്ഞാൽ വേഗം ഉണ്ടാവലുണ്ട്, പക്ഷെ ആണുങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്താ വെച്ചാൽ മാറാല തട്ടണം കേട്ടോ. മാറാല നമ്മളെ വീട്ടിൽ എവിടെ ഉണ്ടെങ്കിലും അത് തട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഈ മാറാല തട്ടിയ ഭാഗത്തൊക്കെ ഇത് തേച്ചെടുക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ പിന്നീട് മാറാല വരാതിരിക്കാനാണ്. വരൂല എന്നല്ല, ഒരുപാട് കാലത്തേക്ക് നമുക്കത് വരൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മാറാല തട്ടി വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നീടാട്ടോ കാണിക്കണേ. പിന്നെ ഇത് ചുറ്റണാണ് കാരണം. ഏതായാലും മാറാല തട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാറാല ചൂല് നമ്മൾ പഴയ തലേണിൻ്റെ കവറൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ഒഴിവാക്കിയ കവർ കേട്ടോ. പിന്നീട് ഇത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ചുടുകയോ അതല്ലെങ്കിൽ വേസ്റ്റുകാർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു തലേണ ഈ ഇതിൻ്റെ ഉള്ളിക്കിടുക. എങ്ങനെ നമ്മളെ മാറാലച്ചൂലിൻ്റെ ഉള്ളിക്കിട്ടിട്ട്, മാറാലച്ചൂല് തന്നെ വേണമെന്നല്ല, ഏതിൻ്റെങ്കിലുമൊക്കെ ഒരു വടിൻ്റെ ഉള്ളിക്കിട്ടിട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് ഇതുപോലെ മാറാല. പക്ഷെ ഇത് ഞാൻ മാറാല തട്ടുന്ന വീഡിയോ കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഈ നനവാണല്ലോ, നമ്മൾ ഈ ഒരു ലിക്വിഡ് നല്ല നനവാണ്. ആ നനവായതുകൊണ്ട് തന്നെ നമ്മൾ മാറാല തട്ടാതെ എങ്ങാനും, ഏതായാലും ഇതിങ്ങനെ വെറുതെല്ലെന്ന് വിചാരിച്ചിട്ട് മാറാല തട്ടാതെ ഒരിക്കലും ചെയ്യണ്ട കേട്ടോ. കാരണം നനവ് തട്ടിയ മാറാല എന്ന് പറഞ്ഞാൽ എങ്ങനെയാലും ഒരു അഴുക്കാണ്, അപ്പോൾ ഒരു പശയാണ്. ആ ഒരു അഴുക്ക് നമ്മൾ ചുമരുമേൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്മൾ പിന്നെ വൈറ്റ് വാഷ് ചെയ്യുന്നേ വേണ്ടി വരും, പെയിൻ്റ് അടിക്കുന്നേ വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ മാറാല അങ്ങോട്ട് തട്ടിയെടുക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള ചൂല് കൊണ്ട് തന്നെ മാറാല തട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ മാറാലൊക്കെ ഫുള്ളായിട്ട് തട്ടിട്ടോ. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നമുക്കിതാ നമ്മൾ നനച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡും ഒക്കെ വെച്ചിട്ടുള്ള ഇത് നല്ലോണം, ഇപ്പം ക്യാമറ ഇങ്ങനെ ഇളകി കളിക്കണം കാണുമ്പോൾ നമുക്ക് ആകെ ഇതാണ്ടാവില്ലേ. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ക്യാമറ പിടിക്കണം, ക്യാമറമാനും ഞാൻ തന്നെയാണ്, വീഡിയോൻ്റെ ആളും ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇളകി കളിക്കണത്. ഒന്ന് ക്ഷമിക്കുക. കാരണം ട്രൈപോഡ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിലും ഈ ഒരു സമയത്ത് ട്രൈപോഡ് ഇങ്ങനെ നീക്കി ഇതാക്കണമെങ്കിൽ ആരും ഇല്ലല്ലോ, നമ്മൾ കുക്കിങ് ചെയ്യണ പോലെയല്ല. അപ്പോൾ അതാണ് ഇങ്ങനെ ഇളകണം. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വരുതിയതിന് ശേഷം വീണ്ടും ആ വെള്ളത്തിലൊന്ന് മുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരുതി കൊടുക്കട്ടോ. നമ്മൾ ചുമരൊന്നും വൃത്തികേടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം മാറാല തട്ടിയല്ലോ, അപ്പോൾ മാറാല തട്ടിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലുള്ള കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു വിനാഗർ, ചെറുനാരങ്ങ ഒക്കെ ഇത്തരം ഈ ജന്തുക്കൾക്കൊക്കെ പല്ലി, പാറ്റ, കൂറ അതിനൊക്കെ വരാൻ ഭയങ്കര പ്രയാസം. പിന്നെ മാറാല കെട്ടലൊക്കെ നിൽക്കുന്നല്ല, ഇതിൻ്റെ ആ ഒരു കുറേ കാലം, ഒരു വർഷത്തോളം വരെ കഴിഞ്ഞിട്ട് വരെ മാറാല കെട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര
എത്ര മാറാല പിടിച്ച് കിടക്കണ വീടാണെങ്കിലും എന്ത് തിരക്കുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഇത് ആദ്യം ഒന്ന് ചെയ്തിട്ടാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജനലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ജനലൊക്കെ തുറന്നിട്ട് ജനൽ നല്ലോണം ഒന്ന് തട്ടണം. ഒരു തുണി വെച്ചിട്ട് തുണി കൊണ്ട് നല്ലോണം തട്ടിയിട്ടാണ് നമുക്ക് ജനലിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മളെ കർട്ടൻ്റെ ഭാഗത്തൊക്കെ നല്ലോണം പല്ലുണ്ടാവും. അതുപോലെ തന്നെ ഈ എന്താണ് മാറാലുണ്ടാവും. ജനലിൻ്റെ ആ ബിജാബിരി ഉണ്ടല്ലോ, ബിജാബിരി എന്ന് പറഞ്ഞാൽ അറിവ് എനിക്കറിയില്ല, ഞങ്ങൾ ഇവിടെ പറയൽ പിജാബിരി എന്നാണ്. അങ്ങനെ ബിജാബിരി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നമ്മളെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യട്ടോ. കാരണം ഓരോ നാടിനും ഭാഷയും ശൈലിയൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ബിജാബിരി എന്നാണോ പറയലെന്നുണ്ടെന്ന് പറയണേ. അപ്പോൾ ഏതായാലും ഞാൻ നല്ലോണം തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിലാണ്. റോഡും മുറ്റം എനിക്ക് കുറവാണ്. കാരണം എന്താ വെച്ചാൽ റോഡിന് മുറ്റം നമുക്ക് വിടണം ഒരു 3-3.5 മീറ്റർ എങ്ങാണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. മുന്നിക്കൊക്കെ ഫ്രണ്ടിക്കൊക്കെ മുറ്റം. അപ്പോൾ കുറച്ച് വേക്കക്ക് തറവാടും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഉള്ള സ്ഥലത്ത് കൊള്ളിച്ച വീടാണ്. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ നല്ല പെട്ടെന്ന് പൊടി നല്ലോണം പാറുണ്ട്. വണ്ടിയൊക്കെ പോകുമ്പോൾ നല്ലോണം പാറണോണ്ട് തന്നെ എനിക്ക് ഈ ഒരു പണി എടുക്കാൻ തീരെ ഇഷ്ടമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യലറിയോ, ഞാനിപ്പോൾ എല്ലാവരും പോണ ഒരു മാസം മുമ്പെങ്ങാണ്ട് ഈ ഒരു നനച്ചുള്ളി പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തായാലും നോമ്പിൻ്റെ തലേന്ന് 2 ദിവസം മുമ്പൊക്കെ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. കാരണം അത്രക്കും പൊടിയാണ്. എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ തട്ടും തുടക്കമൊക്കെ ചെയ്യും. പക്ഷെ നനച്ചുള്ളി പണി എടുക്കൽ ഞാൻ ബറാത്ത് കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ നമുക്ക് ആ ഒരു നോമ്പിൻ്റെ അടുപ്പിച്ചൊരു വൃത്തി തോന്നും, നല്ലൊരു വൃത്തി. അപ്പോൾ ഞാൻ ആ ജനലൊക്കെ തട്ടി അതിന് ശേഷം നല്ല ബിജാബിരിനത്ത് ആ ഒരു മാറാല ഉണ്ട കുത്തിയത് ഒരു യാതൊരു കട്ടി മാറാലാണ്, അതൊക്കെ തട്ടി എല്ലാം ചെയ്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഞാനിപ്പോൾ 3 കള്ളിൻ്റെ ജനലാട്ടോ അതൊക്കെ തട്ടണൊക്കെ കാണിച്ചത്. പക്ഷെ അത് റോഡിൻ്റെ ഒപ്പമായതുകൊണ്ട് തന്നെ അവിടെ ക്യാമറ വെക്കാനോ എനിക്ക് വീഡിയോ ശരിക്കും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം റോഡിലൂടെ ആളും പോകുന്നുണ്ട്, വണ്ടിയും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്യാമറ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പം എന്തോ പോലെ തോന്നട്ടെ എനിക്ക്. അപ്പോൾ ഞാനെന്താ ചെയ്തറിയോ, വേറൊരു ഒരൊറ്റ കള്ളി ജനലുണ്ട്, കുറച്ച് അങ്ങനെ അങ്ങോട്ട് റോഡ് സൈഡിലേക്ക് കാണാത്ത രീതിയിലുള്ള അവിടെ പോയിട്ട് ചെയ്യാണ്. എന്നാൽ ക്യാമറ ഒക്കെ ഇങ്ങനെ വെക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്ലിയർ ആണോ എന്നൊന്നും എനിക്കറിയില്ല. നല്ല സൂര്യൻ്റെ ആ ഒരു കുത്തുകൊണ്ട് ഓവർ ബ്രൈറ്റ്നെസ് ആണ്, അതുകൊണ്ട് അധികം വെളിച്ചമായതുകൊണ്ട് തന്നെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരട്ടെ. നമുക്ക് നമ്മളെ ഗ്ലാസ് എങ്ങനെയായാലും ഒരുപാട് സമയമൊക്കെ പിടിച്ചിട്ടായിരിക്കും നമ്മളിത് തുടച്ച് ക്ലീൻ ആക്കണത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും എന്തോ ഒരു ഗ്ലേസിങ് ഇല്ലാതെ നിൽക്കും. പക്ഷെ അതിന് നമുക്ക് ഏറ്റവും പറ്റിയൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തേയില വെള്ളം വെച്ചിട്ട് നല്ല വൃത്തിയുള്ള തുണി നോക്കിയിട്ട് എടുക്കട്ടോ. അങ്ങനെ ചളിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് തുടക്കല്ല വേണ്ടത്, നമ്മൾ ജനലിൻ്റെയും പൊളിൻ്റെയും ഒക്കെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം നല്ല തുണി കുറച്ച് വെള്ളത്തിൽ ഒലുമ്പിയിട്ട് നല്ലോണം തുടച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് നമുക്ക് ഈ ഒരു തേയില വെള്ളം കൊണ്ട് തുടക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. നല്ല കാണാനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു നമ്മൾ ഫസ്റ്റ് കണ്ട പോലെയല്ലല്ലോ ആ ഒരു ജനൽ. നമ്മൾ ഫസ്റ്റ് കുടിയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ജനൽ, ആ ഒരു ഇതാണ് കേട്ടോ എനിക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതൊന്നും എനിക്കറിയില്ല. ഏതായാലും നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്താൽ എന്താറുള്ള ഗുണങ്ങൾ, നമുക്ക് ഒരിക്കൽ ചെയ്താൽ തന്നെ കുറേ ദിവസത്തേക്ക് എൻ്റെ ഈ ഒരു ഗ്ലാസ്സിന് ഇത് അതുപോലെ ഒരു വർക്കാണ്. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ നനച്ചുള്ളി പണിയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്കിതിനൊക്കെ ഒരു മൈൻഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. നല്ല ഫിനിഷ് ആയിട്ടുണ്ടോ, എനിക്കെന്നെ നല്ലൊരു സന്തോഷമുണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളി വീഡിയോ ആണ്, നമുക്കൊക്കെ ഉപകാരപ്പെടും. ഇനി അടുത്ത വീഡിയോ കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും.